നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കണം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹു രസമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. എന്നിരുന്നാലും നമ്മുടെ നാട്ടിലൊക്കെ വളരെ രഹസ്യമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മളിപ്പോൾ നടക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ നടന്നൊരു സംഭവമാണ്. ബാംഗ്ലൂർ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ IT പ്രൊഫഷണൽ 3 IT പ്രൊഫഷണൽ, അവരെ ഭാര്യമാരും IT പ്രൊഫഷണൽ, ഇവരെല്ലാവരും നല്ല സെറ്റപ്പുള്ളവരാണ്. അങ്ങനെ അവരങ്ങനെ നല്ല ഫാമിലിയാണ്. അവരെല്ലാ ആഴ്ചയിൽ ഒരുമിച്ച് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. ഞായറാഴ്ച അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് സിനിമയ്ക്കും. 3 ഫാമിലിയും അത്ര സ്നേഹത്തിലാണ്, അത്ര ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ അതിൽ ജോൺ, അതുപോലെ തന്നെ മേരി, അതിന് അവരുടെ ഒരു ഫാമിലിന് അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം അവർക്ക് വളരെ അരോചകമായിട്ടിരിക്കുന്നു. വളരെ വിഷമം, അവരെന്നും വഴക്കും തിക്കും തിരക്കൊക്കെ ഇനി അവർ ഇടയിൽ. പക്ഷെ അവരെ ഫ്രണ്ട്സുകൾ 2 ഫാമിലികൾ വരെ വഴക്കും കാര്യങ്ങളൊക്കെ തീർക്കാൻ ചെല്ലും. എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് ഒരു വീട്ടിലൊരു വഴക്കുണ്ടാകുമ്പോൾ സാമ്പത്തികപരമായിട്ട് ഉയർന്ന് നിൽക്കുന്ന സമയം മറ്റുള്ള കാര്യങ്ങൾ ഒന്നിനും ഒരു കുഴവുമില്ല. ആര് നോക്കിയാലും ഒരു നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണ്. പക്ഷേ ഭാര്യയും ഭർത്താവും യോജിക്കുന്നില്ല. എന്തുകൊണ്ട്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോൺ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ 2 കൂട്ടുകാരും ഇതുപോലെ തന്നെ വിളിച്ചു നിർത്തി അവനോട് ഇവരൊരു ഞായറാഴ്ച അവർ തമ്മിൽ ഡിസ്കഷൻ നടക്കുക ഇവരെ തമ്മിലുള്ള വഴക്ക് തീർക്കാനായിട്ട്. അപ്പോൾ ജോൺ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ചെല്ലുമ്പോൾ അവളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങളെ കൊണ്ട് എനിക്ക് ശരീരം വേദന, എനിക്ക് വയറ് വേദന, എനിക്ക് തലവേദന, ഇന്നെനിക്ക് മൂടില്ല, എനിക്ക് ഉറക്കം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുക, സ്കിപ്പ് ചെയ്യുക, പരിപാടിക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ജോൺ 2 കൂട്ടുകാരോട് പറഞ്ഞത്. അതേപോലെ തന്നെ ജോണിൻ്റെ ഭാര്യ ഇവർ 2 ഭാര്യമാരും കൂടിയിട്ട് അവിടെ ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള വിഷമം? നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്ന കപ്പിൾസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താണ് പ്രശ്നം? നിങ്ങളിനി ഈ നിലയ്ക്ക് പോയ ഡൈവോഴ്സ് ആവുമല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ജോണിൻ്റെ ഭാര്യ മറ്റ് 2 ഭാര്യമാരോട് പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതെ, അദ്ദേഹം എന്നെ ബന്ധപ്പെടാൻ വിളിക്കും, പക്ഷെ അദ്ദേഹം ബന്ധപ്പെടുന്നത് എനിക്ക് ഇഷ്ടമാവുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കയറുന്നതും എടുത്തുകൊണ്ട് പോണതും ഞാൻ പോലും അറിയുന്നില്ല. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ്ടേ? അപ്പോൾ എന്നെ ബലമായിട്ട് പിടിച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു മൂഡ് വരും. ആ മൂഡ് വന്ന് ഒരു ക്ലൈമാക്സിലെത്താൻ എനിക്ക് സമ്മതിക്കുന്നില്ല. അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം കിടന്നുറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിപാടി വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് മാറിക്കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ ജോൺ പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജോൺ മറ്റു 2 സുഹൃത്തുക്കളും പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈയൊരു കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ 2 പേരുടെ ജീവിതത്തിലും ഈ ഒരു വിഷയം നടക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് കപ്പിൾസ് 2 ഭാര്യമാരും അവരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ അരോചകത്തൊക്കെ വരാറുണ്ട്. അപ്പം ഞങ്ങളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൽ ഞങ്ങൾ 2 പേരും പോകും. ഞങ്ങൾ 2 ഫാമിലിയും പോവും. 2 ഫാമിലിയും പോയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരന്മാരെ പോലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ഞങ്ങൾ ഭാര്യമാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു മൂഡ് വരും. ആ മൂഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു വോൾട്ടേജ് കിട്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം വളരെ രസകരമായിട്ടും വളരെ ഹാപ്പി ആയിട്ട് പോകാറുണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ജോൺ പറഞ്ഞു, അല്ല എന്നാൽ പിന്നെ എനിക്കതിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കും താല്പര്യമുണ്ട്. നിങ്ങൾ എന്നാൽ ലേക്കിൽ പോകണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഭാര്യനെയും കൂടി കൊണ്ടുവരാം. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ അതിന് സമ്മതിക്കുമോ ജോണെ ചോദിച്ചു. ഞാൻ സമ്മതിപ്പിക്കാം, നമ്മളിപ്പോൾ പറയണ്ട, നമ്മൾ ലേക്കിൽ ചെന്നതിന് ശേഷം നമുക്ക് ഈ കാര്യം അവളോട് പറഞ്ഞാൽ മതി, ഇപ്പോൾ പറഞ്ഞാൽ അവൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, നമ്മൾ അടുത്ത ആഴ്ച പോകുന്നുണ്ട്, നമുക്ക് 3 ഫാമിലിക്കും കൂടിയാണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് അവർ അതുപോലെ തന്നെ ആ ലേക്കിൽ ചെന്നു. അവിടെ ബുക്ക് ചെയ്തു. 3 ഫാമിലിയും ചെന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 2 ദിവസത്തെ പ്രോഗ്രാമാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ജോൺ വിളിച്ചു ഭാര്യനെ. അപ്പോൾ അവർ മറ്റുള്ള 2 പേരും പറഞ്ഞു, നീ വിളിച്ച് നിൻ്റെ ഭാര്യയുടെ കാര്യങ്ങൾ പറയും, ഇന്ന് രാത്രി നമ്മളെല്ലാ 3 ഭാര്യമാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞാലാണ് ഈ ജോണിൻ്റെ ഭാര്യേനെ അവർ 2 കൂട്ടുകാർക്ക് നല്ല നോട്ടാണ്. അവർക്കൊന്ന് ഇടയ്ക്കൊന്ന് പരിപാടിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് അവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ജോൺ ഇങ്ങനെ ഒരു കുലാപ്പിയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് 2 ആൾക്കും വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് ഒരു ഫാമിലിയും കൂടി വരില്ലേ. ഇത്രയും ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ജോൺ കൂട്ടു നിൽക്കില്ല എന്നായിരുന്നു അവരെ പ്രതീക്ഷ. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ജോൺ വളരെ താല്പര്യം ഇങ്ങനെ ചെയ്യാനായിട്ട്. ജോൺ അങ്ങനെ ഭാര്യനെ വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ വന്ന് നോക്കണത് നമുക്കിപ്പോൾ നിനക്ക് ഇപ്പോൾ എന്നെ ഇഷ്ടമല്ല, ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചാൽ നീ വരുന്നില്ല,
നമ്മുടെ ഇടയിൽ ഒരുപാട് അകലുണ്ട്. അപ്പം നിനക്ക് എന്താ വേണ്ടതെന്നുള്ളത് എനിക്കറിയാം. എനിക്കൊന്നും നിന്നെ മാത്രം എനിക്ക് പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. വേഗം ഈ സാധനം എൻ്റെ പെട്ടെന്ന് ചുരുങ്ങി പോവുക. അങ്ങനെ ഒരുപാട് പ്രശ്നം എനിക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കിന്ന് 3 പേരും 3 ഫാമിലി ആയിട്ട് നമ്മൾ മാറി പരിപാടി ചെയ്യാൻ പോകണമെന്ന് രാത്രി മുഴുവൻ. അപ്പോൾ അതിന് നീ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞു, നിങ്ങൾക്ക് നാണല്ലേ? നിങ്ങളൊരു മനുഷ്യനാണോ? ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങളിവിടെ ഒത്തുകൂടി വെക്കണത്? ഇവർക്കൊക്കെ എന്ത് ആത്മാർത്ഥതയുണ്ട് മുമ്പ് തന്നെ ഭർത്താക്കന്മാരോട്. ഇപ്പം നിങ്ങൾക്കിതൊന്നും പറ്റിയില്ലെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്തു തന്നില്ലെങ്കിലും ഞാനതിൽ സഹിച്ച് ഞാൻ എത്ര നാൾ നിന്നില്ലേ? വേറെ ആൾക്കാരെ പിടിക്കാനൊന്നും ഞാൻ പോയില്ലല്ലോ. നീ വേറെ ആൾക്കാരെ പിടിക്കാൻ പോകണ്ട. അതല്ല ഞാൻ പറയണത്. നിനക്ക് കിട്ടുന്ന സംതൃപ്തി തരാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. എനിക്ക് കിട്ടുന്ന സംതൃപ്തി തരാനായിട്ട് അവരെ 2 ഭാര്യമാരുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു സമ്മതിക്കില്ല, ഞാനിവിടുന്ന് ഇപ്പം തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ജോൺ ആകെ വിഷമമായി. ജോണിൽ നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഇവൾക്ക് സിമ്പതിയായി, ജോണോട് സിമ്പതിയായി. അപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു സുഖം കിട്ടും, നിങ്ങൾക്ക് അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നന്നായി ഞാൻ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ സമ്മതിക്കാം. ആരാണ് എന്നെ പരിപാടി ചെയ്യുന്നത്? ആളാരെന്ന് എനിക്കൊന്നും അറിയണം കേട്ടോ. ഇവർ 2 പേരിൽ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് 2 പേരിൽ ആളത്യത്തിൽ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ നിയമങ്ങളൊക്കെ ഇവിടെ വൈകുന്നേരം വായിക്കും. അപ്പോൾ നമുക്ക് അറിയാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി അന്നത്തെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ലേക്കിൽ പോയി ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരാൾ എല്ലാവരും പേരെഴുതിയിട്ട് ഒരു നറുക്കെടുക്കുക ചെയ്യുക. ഇതിൽ ആർക്കാണ് കിട്ടണം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അങ്ങനെ നറുക്കിട്ടെടുത്തപ്പോൾ ജോണിൻ്റെ ഭാര്യ കിട്ടിയത് ജോണിൻ്റെ ഭാര്യ വിചാരിച്ച ആളെ തന്നെയാണ് ജോണിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത്. അപ്പോൾ ജോണിന് കിട്ടിയത് ഇതുപോലെ തന്നെ ജോൺ വിചാരിച്ച വേറൊരു പെണ്ണിനെ കിട്ടി. അങ്ങനെ ഒരു 3 പേരും കൂടിയിട്ട് അന്ന് 3 പേരും 3 റൂമിലേക്ക് പോവാം. അപ്പോൾ ജോണിൻ്റെ ഈ പരാജയമൊക്കെ അറിയുന്ന ഒരു പെണ്ണിനാണ് അവർ സംസാരിച്ചപ്പോൾ എല്ലാം അറിയാം. ജോണിന് പരിപാടിയിൽ വലിയ വില്ലനല്ല എന്ന് അറിയാവുന്ന ഒരു പെണ്ണിനെ കിട്ടിയത്. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ ഈ ആഴ്ചയിലത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ എൻ്റെ ഇത് കട്ടയും പടായി, നിങ്ങളെല്ലാം എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് എനിക്ക് പരിപാടി ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഭാര്യ പറഞ്ഞത് നിങ്ങളെ എഴുതി തള്ളി. അപ്പോൾ ജോൺ പറഞ്ഞ ആ പെണ്ണിനോട്, അതേ എൻ്റെ പെണ്ണായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. നീയായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. ഇന്ന് ശിവരാത്രിയാണ്, നിനക്ക് എത്ര വേണമെങ്കിലും നമ്മൾ ചെയ്തു തരാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രാക്ടർ ഓടിക്കാം. നീ ലാസ്റ്റ് ഇവിടുന്ന് ഓടിപ്പാണ്ട് നോക്കിക്കോ, അത് നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ പറഞ്ഞ് വീരവാദം അടിച്ചിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ടല്ലല്ലോ പരിപാടി നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നമുക്ക് കാണേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ജോൺ പറഞ്ഞു, ഇവള് ചോദിച്ചു, ഇവരൊക്കെ എല്ലാം ഓപ്പണാ അല്ല ജോണിൻ്റെ ഇത് നമ്മുടെ ഈ കുലാപ്പി എത്ര ഇഞ്ച് വലിപ്പമുണ്ട്? കെടുക്കുമ്പോൾ ഒന്നും ചെറുതായി കെടുക്കുമ്പോൾ കൂടി വന്ന 2 ഇഞ്ച്, അവനോട് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 ഇഞ്ച് 3 ഇഞ്ചൊക്കെ 5 ഇഞ്ചൊക്കെ വരും എന്ന് പറഞ്ഞു. എന്തായാലും നമുക്കൊന്ന് കാണാം. 5 ഇഞ്ചല്ലേ വരുന്നത്. അതുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങളിങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ ജോണെ. എന്തായാലും നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു റൂമിൽ വന്നു പരിപാടി തുടങ്ങി. അതന്നെ ഇവളും ഈ പിന്നെ ജോണിൻ്റെ കൂടെ കിടന്ന പെണ്ണും കയറുന്നത് ഇറങ്ങുന്നതും അവളും അറിഞ്ഞില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അതേ നിങ്ങളുടെ ഭാര്യനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ ഭാര്യ ജീവിച്ചതന്നെ വലിയ സംഭവമാണ്. അതിനവർക്ക് ക്ഷമയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. എനിക്കൊന്നും ആയില്ല, എനിക്ക് നിങ്ങൾ കഴിഞ്ഞൊന്നും പറയണ്ട, എനിക്കൊന്നും തുടങ്ങിയിട്ട് പോലും ഉണ്ടാകുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എൻ്റെ രാത്രി പോയില്ലേ. ഇപ്പോൾ അവരൊക്കെ അവിടെ കിടന്ന് നല്ല ആർമാദിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ കഷ്ടത്തിലായി. നമുക്കൊന്ന് ഈ പ്രാവശ്യത്തെ ഇവിടേക്കുള്ള വരവ് എൻ്റെ വേസ്റ്റായി എന്ന് പറഞ്ഞാൽ പെണ്ണ് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്നും കൂടി നോക്കാം. അത് ഇവിടെ വെച്ചിട്ട് വേണ്ട, നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് എന്താ കാര്യം, ഒരു രക്ഷയില്ല. എങ്ങനെ വടിയിട്ട് പൊന്തിച്ചിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ പറഞ്ഞു, ഇനി ബുദ്ധിമുട്ടണ്ട, നമുക്ക് ഈ പരിപാടി ഇവിടെ നിർത്താം. എന്തായാലും ഇപ്പോൾ അവരൊക്കെ സൂഹിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കഴിക്കാൻ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ജോണിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുള്ളത്, ജോണിൻ്റെ ഭാര്യ പ്രതീക്ഷിച്ചിരുന്ന ഒരു നല്ലൊരു ശരീരം, നല്ലൊരു ആളിന് കിട്ടിയത്. അപ്പോൾ ജോണിൻ്റെ ഭാര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി ജോണിൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും അധികം ലോട്ടറി അടിച്ചത്. 1 അല്ല 2 അല്ല 3 അല്ല, അത് കഴിഞ്ഞ് അവർ ഭയങ്കരമായിട്ട് അവരങ്ങോട്ട് അറ്റാച്ച്മെൻ്റായി. അവർ തമ്മിൽ അറ്റാച്ച്മെൻ്റ് ആയത് തന്നെയല്ല, ആ രാത്രി അവരെ നിബന്ധനകളുണ്ട്. ഈ രാത്രിയിൽ ഒരാളെയും സ്നേഹിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ചെയ്യാൻ പാടില്ല. ഇത് വെറും
സെക്സിന് വേണ്ടി മാത്രം, അത്ര മാത്രം നമ്മളിതിൽ കാണാൻ പാടുള്ളൂ. വേറൊരു സെൻറ്റിമെൻറ്റ്സും പാടില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊക്കെ മറക്കണം. ഇതൊന്നും നമുക്ക് ഇവിടെ നടന്നത് മാത്രം നമ്മൾക്ക് അതൊരു സ്വപ്നമായിട്ട് മറക്കണം. പിന്നെ ആ പേരും പറഞ്ഞ് നമ്മൾ ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാളെ ഒളിച്ചോടി പോകാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ നിബന്ധനകൾ, അങ്ങനെ നിബന്ധനകളൊക്കെ വായിച്ചിട്ടുള്ളതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് അന്നത്തെ രാത്രി എല്ലാവരും ഹാപ്പിയായി. ജോണിൻ്റെ എല്ലാവരും നേരം വെളുത്തപ്പോൾ ഭാര്യമാരൊക്കെ ആരാരും റൂമിലേക്ക് പോയി. അപ്പോൾ ജോണിൻ്റെ ഭാര്യ വന്നപ്പോൾ ജോൺ ചോദിച്ചു, എന്തായി, അവൻ എങ്ങനെയുണ്ടായിരുന്നു? പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടാന്ന് ചിലപ്പോൾ അവനെ കണ്ടു കൂടെ പോകാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഇപ്പോൾ എന്തായാലും എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ജോണിൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞ ആൾക്ക് വീണ്ടും ഇവിടെ ഒന്നും കൂടി ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ അവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടാൻ പോവുക. അപ്പോൾ ഇവളോട് ചോദിച്ചു, ഓടാണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓടാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജോണിനോട് ചോദിച്ചു, നീ വാ എന്ന് പറഞ്ഞു ഭാര്യ. അത് ഞാൻ ഓടാനൊന്നുമില്ല, അതിന് ഓടാനും പിടിക്കാനൊന്നും വയ്യ. അതങ്ങനെ ഈ ജോണിൻ്റെ ഭാര്യ അയാളും കൂടിയിട്ട് ഓടാൻ പോയി. അവർ പോയിട്ട് കാട്ടിൽ പോയിട്ട് വീണ്ടും ഇവർ പരിപാടി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യ എനിക്ക് തീരെ ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, എൻ്റെ ഭാര്യനെ ഞാൻ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോണിൻ്റെ ഭാര്യ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ജോണിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഇങ്ങനെ ഇനിയും ജീവിക്കാൻ പറ്റുള്ളൂ. ഇവൻ്റെ അതിലും മയക്കത്തിലും ഇവൻ്റെ കാര്യങ്ങളിലും ഇവൻ്റെ ആക്ടിവിറ്റിയിലും ഇവൻ്റെ പരിപാടിയിലും എല്ലാം മതി മറന്നുകൊണ്ട് ആ ജോണിൻ്റെ ഭാര്യ സമ്മതിക്കുക ചെയ്തത്. അങ്ങനെ രാത്രിയോട് കൂടിയിട്ട് രണ്ട് ഡൈവോഴ്സ് നടന്നു. ഇവൻ്റെ ഭാര്യനെ ഡൈവോഴ്സ് ചെയ്തു, ജോണിൻ്റെ ഭാര്യ ഡൈവോഴ്സ് ചെയ്തു. ലാസ്റ്റ് എന്തുണ്ടായി, ജോണിൻ്റെ ഭാര്യയും അവനും കൂടിയിട്ട് ഒരുമിച്ച് ജീവിക്കാനും തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള ചില ട്രാജഡിയിൽ വന്ന് ചാടും. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ പോണവർക്ക് ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയിൽ പറഞ്ഞു എന്ന് മാത്രം. നമുക്കിപ്പോൾ വീഡിയോ ഇവിടെ നിർത്തി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.